തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞു. മഞ്ചേശ്വരത്ത് SDPI സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ചു. ഇനി ചൂടേറും. മഞ്ചേശ്വരം മണ്ഡലത്തിൽ SDPI സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു. SDPI നേതാവ് KM അഷ്റഫ് എന്ന അഷ്റഫ് ബഡാജെ ഉച്ചയോടെ കാസർഗോഡ് കളക്ട്രേറ്റിലെത്തിയാണ് തന്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചത്. മഞ്ചേശ്വരത്ത് SDPI മത്സരരംഗത്ത് തുടർന്നാൽ ന്യൂനപക്ഷ വോട്ട് വിഭജിക്കുവാൻ ഇടയുണ്ടെന്നും അതുവഴി BJP സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ വിജയിക്കുവാൻ സാധ്യതയുണ്ടെന്നുമുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് SDPI സ്ഥാനാർത്ഥിയെ പിൻവലിക്കുവാൻ തീരുമാനമെടുത്തതെന്നാണ് വിവരം. മഞ്ചേശ്വരത്ത് SDPI പത്രിക നൽകിയത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുവാൻ പറഞ്ഞതിനാൽ KM അഷ്റഫ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം ഒഴിച്ച് മറ്റുള്ള എല്ലാ സ്ഥാനങ്ങളും രാജിവെച്ചു. വിജയസാധ്യതയുള്ള മണ്ഡലത്തിൽ എന്തുകൊണ്ട് സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചു എന്നത് അറിയില്ലെന്നും തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമായി ഉണ്ടാകുമെന്നും KM അഷ്റഫ് KCN ന്യൂസിനോട് പറഞ്ഞു. പാർട്ടിയാണ് എന്നെ മത്സരിക്കാൻ പറഞ്ഞത്. പാർട്ടി തന്നെ പിൻവലിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിൻവലിച്ചു. പാർട്ടി അങ്ങനെ തീരുമാനം കാരണം എന്തെന്ന് എനിക്കത് വ്യക്തമായിട്ടില്ല. എന്നാലും പാർട്ടി പറഞ്ഞത് കൊണ്ട് ഞാൻ പിൻവലിച്ചു. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ UDF-ഉമായിട്ട് എന്തെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടാവാന്നാണ് വിചാരിക്കുന്നത്. അല്ല, അത് അങ്ങനെ ഇല്ല. അവിടെ SDPIക്ക് ഈ പ്രാവശ്യം ജയിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അത് നമുക്ക് മനസ്സിലാവുന്നു, പ്രാദേശികമായിട്ട് മനസ്സിലാവുന്നു. അത് ചില ജില്ലാ ഘടകം എല്ലാവരും അല്ല, ചില ജില്ലാ ഘടകവും അതുപോലെ തന്നെ അത് അങ്ങനെ ഒരു UDF-ആയിട്ട് ചർച്ച ചെയ്തു എന്നാണ് തോന്നുന്നത്. പാർട്ടി ഭാരവാഹിത്വമൊക്കെ രാജിവെച്ചു. ജില്ലാ പ്രസിഡന്റിന്റെ അടുത്ത് പാർട്ടി ഭാരവാഹിത്വം രാജിവെച്ചിട്ടാണ് അവിടുന്ന് വരുന്നത്. ഞാൻ പ്രാഥമിക അംഗത്വത്തിന്റെ കാര്യത്തിൽ ആലോചിക്കുന്നുണ്ട്. അത് ഞാൻ ഒന്ന് കൂടി ആലോചിക്കാനുണ്ട്. എനിക്ക് വേണ്ടി അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് പ്രവർത്തകരുണ്ട്, നാട്ടുകാരുണ്ട്. അവരൊക്കെ നിരാശയാണ്. അവരോടൊക്കെ ഒന്ന് കൂടി ആലോചിച്ചിട്ട്. വ്യക്തിപരമായി സങ്കടം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ വിശ്വസിക്കുന്ന പ്രവർത്തകരല്ലാതെ കുറേ ആൾക്കാരുണ്ടായിരുന്നു നമ്മളോട് സപ്പോർട്ട് ചെയ്ത. അതിൽ ഇന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരടക്കമുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരടക്കം നമ്മളെ കുറേ ഈ കാര്യത്തിൽ പിന്തുണച്ചിട്ടുണ്ട്. അവരുടെ ഒരു വിശ്വാസം അവനക്ക് ഇതാക്കാൻ കഴിഞ്ഞില്ല എന്നൊരു വിഷമം ഉണ്ട്, പ്രയാസം. തീർച്ചയായും ഉണ്ടാവും. അത് ഞാൻ വരും ദിവസങ്ങളിൽ പറയാം. അണികൾക്ക് നല്ല പ്രതിഷേധമുണ്ട്, ഇല്ലാന്നില്ല, പ്രതിഷേധമുണ്ട്. പക്ഷെ അത് നേതൃത്വം പറഞ്ഞ് മനസ്സിലാക്കും തന്നെ വിചാരിക്കുന്നത്. അതുകൊണ്ട് പാർട്ടിയെ ഒരു അവിടെ ഒരു ഭിന്നിപ്പുണ്ടാക്കാനൊന്നും ഞാൻ ശ്രമിക്കുന്നത് സീറ്റില്ല. അത് ഇപ്പോഴും എന്നെ ബോധ്യപ്പെടുത്താൻ അവർക്ക് പറ്റിയിട്ടില്ല. അതേ നിലപാട് ഇപ്പോഴും അതേ നിലപാടൊന്നും മാറ്റിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴും അവിടെയുള്ള നിലപാടൊന്നും ഒരു മാറ്റവും ഇല്ല. നേരത്തെ പറഞ്ഞ അതേ നിലപാടിലാണ്. ഇനി ബാക്കി കാര്യങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത, ഞങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ കുറേ ദിവസമായി പ്രവർത്തിച്ച ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി അവരോടൊന്ന് കൂടിയാലോചിച്ച് ചെയ്യുള്ളൂ. തീർച്ചയായിട്ടുണ്ട്. അതിനുള്ള പ്രതിഷേധവും സങ്കടവും ഉണ്ട്. ഒരു ജയസാധ്യതയുള്ള ഒരു മണ്ഡലത്തിൽ എന്തിനു വേണ്ടിയാണ് പാർട്ടി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് മനസ്സിലായിട്ടില്ല. ഞാൻ വിചാരിക്കുന്നത് അവരെന്നെ മനസ്സിലാക്കും എന്നാണ്, മനസ്സിലാക്കിയിരിക്കും. അത് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പ്രാഥമിക അംഗത്വത്തിൻ്റെ കാര്യത്തിൽ പോലും എനിക്ക് ആലോചിക്കാനുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.